ഇറാനില് ശരിയ നിയമങ്ങൾ തന്നെയല്ലേ? അതെ, ശരിയ നിയമം തന്നെയാണ്, ഇസ്ലാമിക് നിയമങ്ങളാണ്. എന്തൊരു ചോദിക്കാൻ? അല്ല, അവിടെ ഈ ഖമനയുടെ മക്കൾക്കൊന്നും അങ്ങനെ ബാധകമല്ല എന്നുള്ള രീതിയിൽ. ശരിയാണ്, അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടല്ലേ, അത് ശരിയാണ്. ഇറാൻ്റെ മുൻ പ്രസിഡന്റ് അലി ഖമനിയുടെ മകൾ ലൈല ഖമേനി, അലി ലാരിജാനിയുടെ മകളും ഖമേനിയുടെ ചെറുമകളും മൊഹ്സൻ ഫക്രിസാദയുടെ ചെറുമകളായ സാഷ ലാരിജാനിയും ചില ഉദ്യോഗസ്ഥരുടെ മക്കളുമൊക്കെ ഇങ്ങനെ അവർ ഈ 2 പീസ് വേഷമൊക്കെ ധരിച്ച് ഷോർട്സ് ഗ്ലാസ് കയ്യിൽ വെച്ച് ഷോർട്സ് മദ്യം കുടിച്ച് കടലിലൂടെ ഒരു ആഡംബര നൗകയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ വീഡിയോയാണ് പുറത്തു വന്നത്. അർത്ഥനഗ്നരായിട്ട് ഇങ്ങനെ അവർ മതനിയമങ്ങളൊന്നും പാലിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതൊന്നും അവർക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ്. സാധാരണ ഇറാനിലെ മതനിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർശനമാണ്. അവിടെ ഡ്രസ് കോഡുണ്ട്. ഹിജാബ് ധരിക്കാതെ, ബുർഖ ധരിക്കാതെ പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും? കല്ലെറിഞ്ഞ് കൊല്ലും, വെടിവെപ്പില്ല, കൈവെട്ടും, അങ്ങനെയൊക്കെ പല നിയമങ്ങളുമുണ്ട്. അവിടെ ഡ്രസ് കോഡ് കമ്പൽസറിയാണ്. അതിനകത്ത് ഹിജാബ് ഇല്ലാതെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല. അതിനെതിരെയാണ് സ്ത്രീകൾ അവിടെ വലിയ പ്രക്ഷോഭം നടത്തുന്നത്. അതെ, ഊരിയെറിഞ്ഞും കത്തിച്ചുമൊക്കെ അവർ പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളെയൊക്കെ ഈ പറയുന്നവരുടെ ഖമനിയുടെ പട്ടാളം പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഷിയ മതങ്ങളല്ലാത്ത എല്ലാ മതങ്ങൾക്കും അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഷിയ ഇസ്ലാം അല്ലാത്ത സുന്നിയാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റ് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ, ക്രിസ്ത്യാനികളാണെങ്കിൽ ഹൂഡു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്കൊക്കെ അവിടെ വലിയ റെസ്ട്രിക്ഷനാണുള്ളത്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ ഹൂഡു അല്ല, ക്ഷമിക്കണം, ഹാബ എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഉണ്ട്. അവർക്കൊക്കെ വലിയ റെസ്ട്രിക്ഷനാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ലിംഗനീതിയൊന്നും അവിടെ ഇല്ല, ജെൻഡർ റൈറ്റ്സ് ഒന്നുമില്ല. പുരുഷന്മാർക്ക് മതം പറയുന്ന കാര്യങ്ങളൊക്കെ അനുവർത്തിച്ച് മുന്നോട്ട് പോകാം. സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ ജോലിക്ക് പോകാനോ ഇല്ലെങ്കിൽ തൊഴിലെടുക്കുന്നതിനോ ഒക്കെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അവരുടെ മേഖലകളിൽ പലതും അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ബൊട്ടീക്ക് നടത്താനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വലിയ നിയന്ത്രണമുണ്ട് ഈ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുന്നതിന്, സഞ്ചരിക്കുന്നതിനെയൊക്കെ. അതുപോലെ ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഇവിടെ മദ്യപാനം. മദ്യപിക്കുന്ന ആൾക്കാരെ ഈ പറയുന്ന കല്ലെറിയുക, കൈവെട്ടുക തുടങ്ങിയ പരിപാടികളൊക്കെയാണ് അവിടുത്തെ ശിക്ഷയായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഡൾട്ടറി, അതായത് അവിഹിത ബന്ധം അവർ ഏർപ്പെടുകയാണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും, ഇല്ലെങ്കിൽ കൈവെട്ടും. പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധമൊക്കെ വലിയ കുറ്റങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നതെന്നാണ്. പിന്നെ അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. നമുക്ക് അറിയാം, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന പരിപാടിയാണ്. പത്രങ്ങളൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അതിൻ്റെ കണ്ടൻറ്റുകളെ അവർ അനലൈസ് ചെയ്ത് അവർ സർക്കാരിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇറക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ പത്രങ്ങളൊക്കെ പലതും കോമഡിയൊക്കെ ഇറക്കുമായിരുന്നു. മോക്ക് ചെയ്ത് ഈനാം പേച്ചിയെ കണ്ടു. ഈ കൗമുദിയൊക്കെ അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, ഈനാം പേച്ചിയെ ഇതിനടുത്ത് നിന്ന് മരപ്പട്ടി ഓടിപ്പോകുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞത്. കാരണം സെൻസർഷിപ്പാണ്. സർക്കാരിനെ വിമർശിച്ചോ പോലീസിനെ വിമർശിച്ചോ വാർത്ത എഴുതാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പരിഹസിച്ചുകൊണ്ട് വാർത്ത എഴുതുന്ന രീതി ഉണ്ടായിരുന്നു അന്ന് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ പരിഹാസങ്ങളൊക്കെ ഈ അവിടുത്തെ കാര്യങ്ങളിലും ഉണ്ട്. സെൻസർഷിപ്പിന് വലിയ സെൻസർഷിപ്പാണല്ലോ. അവിടുത്തെ സിനിമകൾക്കൊക്കെ നിയന്ത്രണമുണ്ട്. സിനിമയിൽ പല സീനുകളും കാണിക്കാൻ പറ്റില്ല. അവിടെ ഈ പറയുന്ന സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിനെതിരെയോ തീവ്രവാദത്തിനെതിരെയോ സംസാരിച്ചു കഴിഞ്ഞാൽ ആ സിനിമയൊക്കെ കട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ശരിയ ബേസ്ഡുള്ള ഹുഡുഡ് പണിഷ്മെൻ്റ് എന്ന് പറയും. അതായത് കല്ലെറിയുക, ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവെട്ട്, കാലുവെട്ട്, കണ്ണ് ചൂഴ്ന്നെടുക്കുക, ചെവി വെട്ട്, മൂക്ക് വെട്ട് തുടങ്ങിയ പരിപാടികൾ പരസ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പരസ്യമായിട്ട് തൂക്കിക്കൊല്ലും. പരസ്യമായിട്ട് ക്രെയിൻ കൊണ്ട് നിർത്തിയിട്ട് കാറിൻ്റെയോ ലോറിയുടെ മണ്ടയിൽ കയറ്റി നിർത്തുവാണ്. എന്നിട്ട് കഴുത്തിൽ കയറിട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകും. അല്ലെങ്കിൽ ക്രെയിൻ ഉയർത്തുന്നതോടുകൂടി ആൾ മരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇതൊക്കെയാണ് ഇറാനിലെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ റെസ്ട്രിക്ഷനാണ് അവിടെ ഉള്ളത്. അവിടെ ഈ പറയുന്ന വെളിയിലിറങ്ങാൻ പോലും കഴിയില്ല സ്ത്രീകൾക്ക്. വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ കുറ്റമാണ്. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ അതുകൊണ്ടാണ് സിഗരറ്റ് വലിച്ചിട്ട് ഖമൈനിയുടെ ചിത്രം അത് വെച്ച് കത്തിക്കുകയാണ്. അത് വെച്ച് കത്തിച്ച് മഹ്സാമിനിയുടെ കാര്യം നമുക്ക് ഒരിക്കലും മറക്കാനേ പറ്റില്ല. അത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു യുവതിയാണത്. ഒരു തരിമ്പ് ഹിജാബ് മാറിക്കിടന്നു എന്നുള്ളതിനായിരുന്നു. ആ പ്രക്ഷോഭത്തെയും വലിയ രീതിയിൽ ഇവര് അടിച്ചമർത്തുകയും ചെയ്തു. പക്ഷേ 1979 ശേഷം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, വളരെ ഗുരുതരമായിട്ടുള്ള
സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ 1979 ശേഷം നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാതെ അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അവിടുത്തെ സർക്കാർ അധികം വൈകാതെ താഴെ പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് അത്രയേറെ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നുള്ളത്. അപ്പോഴാണ് ഖമേനിയുടെ കുടുംബത്തിലുള്ള ആൾക്കാർ ഇവരെല്ലാവരും ഈ സ്വതന്ത്രമായിട്ട് യൂറോപ്യന്മാരെ പോലെ പാശ്ചാത്യരെ പോലെ വേഷമൊക്കെ ധരിച്ച് സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായി ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ഈ പറയുന്ന നൗകയിൽ, ആഡംബര നൗകയിൽ യാത്ര ചെയ്യുകയും ആണും പെണ്ണും എല്ലാ ഇടകലർന്ന് മദ്യപിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് അവരിങ്ങനെ ഒന്നിച്ച് പോകുന്നത്. ഈ പഹ്ലവി ഭരണകാലത്ത് വളരെ ആസ്വദിച്ച് ജീവിതം ആസ്വദിച്ചിരുന്നവരാണ്. അതെ, ആ സമയത്തൊന്നും അവർ അനുഭവിക്കാത്ത അത്രയും ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഒരു അട്ടിമറി ഉണ്ടായതാണ്. ആ അട്ടിമറി ഉണ്ടാക്കിയത് ആരാണെന്നും അതിന് പിന്നിൽ എന്താണെന്നും ഉള്ളത് മറ്റൊരു വിഷയം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ സ്വതന്ത്രമായിട്ട് കലാസാഹിത്യ രംഗങ്ങളിലെല്ലാം തന്നെ മികവുറ്റ രീതിയിലുള്ള സംഭാവനകളൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഇറാന് പറയാനുണ്ട്. പക്ഷെ ഇന്നത്തെ യുവത നോക്കുമ്പോൾ ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുർഖയ്ക്കുള്ളിൽ സ്ത്രീകൾ വസിക്കുന്ന ഒരു മതരാജ്യം മാത്രമാണ്. പക്ഷെ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ അവിടെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്. ഇങ്ങനെ ഒരു രാജ്യത്തെ ഇത്രത്തോളം പ്രാകൃതവൽക്കരിക്കുകയാണ് ഈ ഒരു മതഭരണകൂടം ചെയ്തത്. എന്നിട്ട് ഇവരുടെ മക്കൾ വളരെ ചിരിച്ചുല്ലസിച്ച് 2 പീസൊക്കെ ഇട്ട് മദ്യപിച്ച് കഴിയുകയാണ് എന്നുള്ളത് ഏറ്റവും വലിയ വിരോധാഭാസമാണ്. അവർക്ക് ബിക്കിനിയൊക്കെ ഇട്ട് ആഘോഷം നടത്താം, ബീച്ചിൽ പോകാം, ഇങ്ങനെ വിദേശത്തെല്ലാം സഞ്ചരിക്കാം. നമ്മൾ ഈ പറയുന്ന സൗദി അറേബ്യ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ അതികഠിനമായിട്ടുള്ള നിയമങ്ങളാണല്ലോ. ഇതുപോലെ തന്നെ ഇറാനിൽ ഉള്ളതുപോലെ തന്നെ അതികഠിനമായിട്ടുള്ള നിയമങ്ങളാണ് സൗദി അറേബ്യയിൽ. സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കില്ലായിരുന്നു. അവർക്ക് ഈ പറയുന്ന ബുർഖ കമ്പൽസറി ആയിരുന്നു. ഇത്തരത്തിലൊക്കെയുള്ള നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. അതില്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടെയൊക്കെ മലപ്പുറത്തൊക്കെ വേദിയിൽ കയറിയ പെൺകുട്ടികളെയൊക്കെ ഇറക്കി വിടുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ ശാസിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊക്കെയുള്ള മതശാസനങ്ങളുള്ള ഒരു അതിൻ്റെ അങ്ങേയറ്റം പറ്റി നിൽക്കുന്ന ഒരു നാടാണ് സൗദി അറേബ്യ. പക്ഷേ സൗദി അറേബ്യയിലെ രാജകുടുംബത്തിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാം വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ കാണിച്ച് അതൊക്കെ ഇങ്ങനെ മുടിയൊക്കെ വിരിച്ചിട്ട് നിൽക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ കാണാൻ കഴിയും. ഒരു മോഡേൺ ആയിട്ടുള്ള വേഷങ്ങളാണ് ധരിക്കുന്നത്. അല്ലാതെ പരമ്പരാഗത വേഷമോ മതവേഷമോ ഒന്നുമല്ല ധരിക്കുന്നത്. പിന്നെ ഈ മതവേഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ ബുർഖയുണ്ടല്ലോ, അതല്ല ഇറാനിലെ പരമ്പരാഗത വേഷം. പരമ്പരാഗത വേഷം അതിമനോഹരമാണ്. നമ്മുടെ കാശ്മീരിലെ പരമ്പരാഗത വേഷമില്ല, അതൊക്കെ പോലെ അതിമനോഹരമായിട്ടുള്ള വേഷങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെയാണ് ഇവർ അട്ടിമറിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം. ഈജിപ്തിൻ്റെ വേഷമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള വേഷമാണ് സ്ത്രീകളൊക്കെ ധരിച്ചിരുന്നത്. ഈ ശരീരം മൊത്തം മൂടി മറച്ച് ഈ പറയുന്ന ഒരു ചാക്ക് കെട്ടിനകത്ത് കയറി ഇരിക്കുന്ന പോലത്തെ വേഷമല്ലായിരുന്നു. മാന്യമായിട്ടുള്ള നല്ല ഭംഗിയുള്ള വസ്ത്രമായിരുന്നു അവരൊക്കെ ധരിച്ചിരുന്നത്. അതിനെയൊക്കെയാണ് അട്ടിമറിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് സാധാരണക്കാർക്ക് മേൽ ആ നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ ഇവരിങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. അത് സൗദി രാജാവായാലും ശരി തന്നെ, ഇറാനിലെ ഖമേനി ആയാലും ശരി തന്നെ, അവരുടെ മക്കൾക്ക് എന്തുമാവാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വിസിബിൾ ആവും. അതിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ അമർത്തുക. അതിനുശേഷം ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.